ഇത്തവണത്തെ MLS-ലെ താങ്കളുടെ അരങ്ങേറ്റ മത്സരം തന്നെ മെസ്സിയും സുവാരസും ബൂസ്കറ്റും ജോർഡി ആൽബയും അടങ്ങി നിരവധി താരങ്ങളെ അണിനിരത്തിയ ഇന്റർ മയാമി സൂപ്പറാക്കി തന്നെ തുടങ്ങി. റിയൽ സാൽഡോലെക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി തോൽപ്പിച്ചത്. ആദ്യ പകുതിയുടെ 39-ാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹര അസിസ്റ്റിൽ നിന്നും ടെയ്ലറും മത്സരത്തിൻ്റെ 83-ാം മിനിറ്റിൽ സുവാരസിൻ്റെ മനോഹര അസിസ്റ്റിൽ നിന്ന് ഗോമസുമാണ് മിയാമിക്ക് വേണ്ടി വല കുലുക്കിയത്. മെസ്സിയും സുവാരസും അസിസ്റ്റുമായി മിന്നിത്തിളങ്ങിയ മത്സരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. MLS-ലെ അരങ്ങേറ്റ മത്സരം തന്നെ വിജയത്തോടു കൂടി തുടങ്ങാൻ ഇന്റർ മയാമിക്ക് സാധിച്ചു എന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നു കൂടിയാണ്. കാരണം പ്രീ സീസണിലെ വളരെ മോശമായ പ്രകടനം മിയാമിക്ക് ഇത്തവണ MLS-ലും ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ആദ്യ മത്സരം തന്നെ മനോഹരമായി തുടങ്ങാൻ മിയാമിക്ക് സാധിച്ചു. എന്നാൽ മത്സരത്തിൻ്റെ 2ാം പകുതിയിലെ ലിയണൽ മെസ്സിയുടെ ട്രിബിളിംഗ് ആണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വൈറലാകുന്നത്. സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ട്രിബിളിങ്ങിനിടെ എതിർ ടീമിലെ ഒരു താരം പരിക്കേറ്റ് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അദ്ദേഹം വീണ് കിടക്കുന്നതിന് മുകളിലൂടെ മനോഹരമായി ചിപ്പ് ചെയ്ത് ലിയണൽ മെസ്സി മനോഹരമായി അദ്ദേഹത്തെയും മറികടക്കുന്നതായിരുന്നു ഈ ട്രിബിളിങ്ങിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം അമ്പരപ്പിച്ചൊരു നിമിഷം കൂടിയായിരുന്നു. താരത്തെ ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി. താരത്തിന്റെ മുകളിലൂടെ പന്ത് ചിപ്പ് ചെയ്താണ് ലിയണൽ മെസ്സി മുന്നോട്ട് കയറിയത്. താരത്തെ മറികടന്നുകൊണ്ട് സൂപ്പർ താരമായ മെസ്സി ബോക്സിനകത്ത് നിന്നും മികച്ചൊരു ഷോട്ട് തീർത്തെങ്കിലും ബ്ലോക്കിൽപ്പെട്ട് ഗോളാകാതെ പോവുകയായിരുന്നു. ഗോളായിരുന്നെങ്കിൽ മറ്റൊരു മനോഹര മുഹൂർത്തത്തിനു കൂടി നമ്മൾ സാക്ഷിയാകേണ്ടി വന്നേനെ. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.